ഹായ് നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല എളുപ്പത്തിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന മാംഗ്ലൂർ സ്റ്റൈലിലെ ബോണ്ടിയും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഹോട്ടലിലൊക്കെ കഴിക്കാൻ കിട്ടുന്ന കർണാടക സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ചട്നി റെസിപ്പിയാണ് കേട്ടോ. ഇത് ശരിക്കും ഉണ്ടാക്കിയെടുക്കുമ്പോഴത്തേക്ക് തന്നെ പ്ലേറ്റ് കാലിയാവുമെന്ന് പറഞ്ഞാൽ അത്ര അടിപൊളി ടേസ്റ്റുള്ള ഒരു പലഹാരം തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ പുതിയതായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നുള്ളത് നോക്കാം അല്ലേ. ഇതിന് വേണ്ടിയിട്ട് ഒരു ബൗളിനകത്തോട്ടേക്ക് ഞാനിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതേ കപ്പിന് തന്നെ 1/2 കപ്പ് അളവിൽ തൈരാണ് എടുത്തിട്ടുള്ളത്. ഇത് അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ. അപ്പോൾ അതേ കപ്പിന് തന്നെ ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മെഷർമെൻറ്റിന് ഏതെങ്കിലും ഒരു പാത്രം ഉപയോഗിച്ചാൽ മതി. അതേ കപ്പ് തന്നെ എല്ലാത്തിനും വേണ്ടി എടുത്താൽ മതി കേട്ടോ, എല്ലാ അളവ് എടുക്കാൻ വേണ്ടിയിട്ടും. കുറച്ച് കറിവേപ്പില അരിഞ്ഞിട്ടുള്ളത്, ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ടുള്ളത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ചേർക്കാം. നല്ല സ്പൈസി ആയിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. പക്ഷേ ഞാനിവിടെ മോനൊക്കെ കൊടുക്കാനുള്ളത് കൊണ്ട് കുറവാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ ഇതിലോട്ടേക്ക് കുറച്ച് കുരുമുളക്, നമ്മുടെ മുഴുവൻ കുരുമുളക് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ട് അത് ചേർത്തിട്ടുണ്ട്. പിന്നെ കായത്തിൻ്റെ പൊടി വേണം, അപ്പോൾ അത് വളരെ കുറഞ്ഞൊരളവിൽ മാത്രം മതി, കൂടുതൽ ഉപയോഗിക്കേണ്ട. പിന്നെ ബേക്കിംഗ് സോഡ അഥവാ അപ്പക്കാരം അതാണ് ഉപയോഗിച്ചിട്ടുള്ളത്, ഒരു 1/4 ടീസ്പൂൺ. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലതുപോലെ കുഴച്ചെടുക്കാം. വെള്ളത്തിൻ്റെ അളവ് കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരിത്തിരി കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മാവ് ഒന്ന് റെഡിയാക്കി എടുക്കാവുന്നതാണ്. 1 കപ്പ് മൈദക്ക് 1 കപ്പ് തന്നെ അളവിൽ അധികം പുളിയില്ലാത്ത തൈരാണെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെയാണ് നമ്മൾ മിക്സ് ചെയ്യേണ്ടത്. കൈകൊണ്ട് നന്നായിട്ട് നമ്മൾ ഇതുപോലെ അങ്ങ് ചെയ്തെടുക്കണം. എന്നാൽ മാത്രമേ നല്ല രീതിയിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്ത മാവിനെ 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ സമയം കൊണ്ട് ചട്നി തയ്യാറാക്കിയെടുക്കാം. 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത്, എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു ചെറിയ അല്ലി വെളുത്തുള്ളി, അതുപോലെ ഒരു ഇത്തിരി മാത്രം പുളി, പിന്നെ ഒരു കൈപ്പിടിയോളം മല്ലിയില, നല്ലതുപോലെ വറുത്തെടുത്തിട്ടുള്ള പൊട്ടുകടല ഒരു 1/4 കപ്പ് അളവിൽ. ഇത്രയും ചേർത്തതിന് ശേഷം ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. ഒട്ടും വെള്ളം ചേർക്കാതെയാണ് നമ്മൾ ആദ്യം പൊടിച്ചെടുക്കുന്നത്. അതിനുശേഷം ഇതിലോട്ടേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. കണ്ടോ, നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. കുറച്ച് ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലോട്ടേക്ക് കടുക്, അതുപോലെ തന്നെ ഉഴുന്ന് പരിപ്പ്, കറിവേപ്പിലയും കൂടി എണ്ണയിൽ വറുത്തിട്ടിട്ടുള്ളതാണ്. അപ്പോൾ അത് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചട്നി റെഡി ആയിട്ടുണ്ട്. 15 മിനിറ്റിന് ശേഷം നല്ല ചൂടുള്ള എണ്ണയിലോട്ടേക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇതുപോലെ നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. കൈ വെള്ളത്തിൽ നനച്ചതിന് ശേഷം മാത്രം കൂട്ടിങ്ങനെ എടുത്തിട്ട് വേണം എണ്ണയിലോട്ടേക്ക് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ നമുക്ക് ശരിക്കും ആ എണ്ണയിലോട്ടേക്ക് ഇട്ട് എടുക്കാൻ എളുപ്പമായിരിക്കും. കൈ ഓരോ തവണയും വെള്ളത്തിൽ നനക്കുക, കൂട്ടെടുക്കുക, ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. നല്ലതുപോലെ പൊങ്ങി വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല സിമ്പിളല്ലേ, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ വൈകുന്നേരത്തിൽ ചായക്കടിയായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ചട്നി ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ്. ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.